ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. ലിബ്രെഓഫീസ് റൈറ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിശോധിക്കാം. ഹോമിലെ students.ods എന്ന പേരിൽ നൽകിയിരിക്കുന്ന ഫയലിൽ നിന്നും students.idcard.odt എന്ന ഫയലിലേക്ക് മെയിൽ മെർജ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. idcard.odt എന്ന ഫയലാണ് നമുക്ക് തുറക്കേണ്ടത്. അതിനായി ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിനുള്ളിൽ idcard.odt എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. ഇതിലേക്ക് മെയിൽ മെർജ് സാധ്യത ഉപയോഗിച്ച് മെയിൽ മെർജ് സങ്കേതത്തിൻ്റെ സഹായത്തോടു കൂടി മെയിൽ മെർജ് ചെയ്ത് ഒരു ഫയൽ ഉൾപ്പെടുത്താനാണ് നമുക്ക് വേണ്ടത്. students.ods എന്ന ഫയലാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അതിനായി ഇൻസേർട്ട് മെനുവിൽ നിന്നും ഫീൽഡ്സ്, മോർ ഫീൽഡ്സ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട്, ഫീൽഡ്സ്, മോർ ഫീൽഡ്സ്. അതിലെ ഡേറ്റാബേസ് എന്ന ടാബ് സെലക്ട് ചെയ്യുക. മുകളിലുള്ള ടാബുകളിൽ നിന്ന് ഡേറ്റാബേസ് ടാബ് സെലക്ട് ചെയ്യുക. ഡേറ്റാബേസ് ടാബിൽ നിന്നും മെയിൽ മെർജ് ടൈപ്പ് ജാലകത്തിലെ മെയിൽ മെർജ് ഫീൽഡ്സ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം താഴെയുള്ള ആഡ് ഡേറ്റാബേസ് ഫയൽ എന്നതിലെ ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെയിൽ മെർജ് ഫീൽഡ്സ് തിരഞ്ഞെടുത്ത ശേഷം ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിന്നും ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള students.ods എന്ന ഫയലാണ് തുറക്കേണ്ടത്. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് students.ods എന്ന ഫയൽ കണ്ടെത്തി ഓപ്പൺ ചെയ്യും. അപ്പോൾ ആ ഫയൽ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ആ ഫയലിലെ വിവരങ്ങൾ കിട്ടുന്നതിനായി ആ വലതുവശത്തേക്കുള്ള ആരോ മാർക്കിനെ താഴേക്ക് ആക്കുക. ഈ ജാലകത്തിലെ ഓരോ ഹെഡിങ്ങുകളും നമ്മുടെ വർക്ക് ചെയ്യുന്ന പേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. ആ ഡേറ്റ എന്ന ഫയലിനെയും താഴേക്ക് ആരോ മാർക്ക് താഴേക്ക് ആക്കുക. ഇപ്പോൾ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഹൗസ് നെയിം, പോസ്റ്റ് ഓഫീസ്, ഗാർഡിയൻ ഇതെല്ലാം വന്നിട്ടുണ്ട്. ആ രണ്ട് ജാലകങ്ങളും കാണുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒന്ന് നീക്കി വയ്ക്കാം. അതിനായി മെയിൽ മെർജ് ചെയ്യുന്നതിനായിട്ട് നെയിം എന്ന ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുക. കഴ്സർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം നെയിമിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ നെയിം നമുക്ക് അവിടേക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ ഒരു ടാഗിനുള്ളിൽ ആ നെയിം അവിടെ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അഡ്മിഷൻ നമ്പർ ചേർക്കാനായി അഡ്മിഷൻ നമ്പർ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനായി അഡ്മിഷൻ നമ്പർ എന്ന മെയിൽ മെർജ് വിസാർഡിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവച്ചാലും മതിയാവും. 3 രീതിയിൽ നമുക്കിതിനെ മെയിൽ മെർജ് ചെയ്യാം. ഒന്നുകിൽ ആ ഹെഡിങ്ങിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് ആ ഹെഡിങ്ങിനെ അവിടേക്ക് കൊണ്ടുവരിക. എല്ലാ ഫീൽഡുകളും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പേരിൻ്റെ നേരെയുള്ള ടാഗ് മുതൽ ഗാർഡിയൻ്റെ നേരെയുള്ള ടാഗ് വരെ വന്നു. ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതിനായിട്ട് ഫയൽ മെനുവിൽ നിന്ന് പ്രിൻ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഫയൽ പ്രിൻ്റ്. അതിൽ ഒരു ഫോമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നതിൽ എസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ഫയലായിട്ട് ഇതിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് എന്ന ഫീൽഡിൽ നിന്നും
പ്രിൻ്റർ എന്നത് മാറ്റി ഫയൽ സെലക്ട് ചെയ്യുക. സേവ് മെർജ്ഡ് ഡോക്യുമെൻ്റ് എന്ന ഭാഗത്തെ സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻ്റ് എന്നത് സെലക്ട് ചെയ്ത് സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ അമർത്തുക. ആ ഫയൽ സേവ് ചെയ്യാനുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ പ്രോസസ്സ് ചെയ്ത് മെയിൽ മെർജ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കാണാം. ഹോമിലെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും ആ ഫയലിനെ നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ മെയിൽ മെർജ് ചെയ്തിരിക്കുന്ന ഫയലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്രകാരം മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് ഒരു കുട്ടികളുടെ ഡേറ്റാബേസിൽ നിന്നും നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റോ ഐഡൻറ്റി കാർഡോ ഒക്കെ തയ്യാറാക്കാം. മെയിൽ മെർജ് എന്ന് പറയുന്ന സങ്കേതം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം തന്നെയാണ്. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.